വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇത്തവണയും കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് നിരാശ മാത്രം സമ്മാനം. അതിവേഗ റെയിൽ പദ്ധതിയും എയിംസും പ്രത്യേക സാമ്പത്തിക പാക്കേജും ഒന്നും ഇക്കുറിയും ലഭിച്ചില്ല. അപൂർവ ധാതു ഇടനാഴിയിൽ കേരളത്തെ ഉൾപ്പെടുത്തിയെന്നത് മാത്രമാണ് ആശ്വാസമുള്ള ഏക കാര്യം. ഇത്തവണയെങ്കിലും എയിംസ് അനുവദിക്കുമെന്ന് കേരളം പ്രതീക്ഷിച്ചതാണ്. എന്നാൽ അതുണ്ടായില്ല. 3 ആയുർവേദ കേന്ദ്രങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് കേരളത്തിലായേക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിവേഗ റെയിൽപാത എന്ന സ്വപ്ന പദ്ധതി ഇത്തവണയും സ്വപ്നമായി അവശേഷിക്കുകയാണ്. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാടിനെയും കർണാടകയെയും ഉൾപ്പെടുത്തി 7 അതിവേഗ റെയിൽപാത ഇടനാഴികൾ പ്രഖ്യാപിച്ചെങ്കിലും കേരളത്തെ തഴഞ്ഞു. ബജറ്റിന് മുന്നോടിയായി 29 ആവശ്യങ്ങൾ കേരളം കേന്ദ്രത്തിന് മുന്നിൽ വെച്ചിരുന്നു. ഒന്നുപോലും പരിഗണിക്കപ്പെട്ടില്ല. തിരുവനന്തപുരത്തിന് എന്താണ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഡൽഹിയിൽ ഇപ്പോൾ ഇവിടെ ഇരുന്ന് പാർലമെന്റിന് സമീപത്തു നിന്ന് ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, മണ്ണാങ്കട്ട. കേരളത്തിലും കർണാടകയിലും കടലാമ സംരക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. നാളികേരത്തിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ നടപ്പിലാക്കും. മാത്രവുമല്ല, കശുവണ്ടിയും കൊക്കോയും അതിൻ്റെ ആഗോള കേന്ദ്രങ്ങളിൽ ഒന്നാക്കി ഇന്ത്യയെ മാറ്റുമെന്ന് പ്രഖ്യാപനമുണ്ട്. കേരളത്തിലെ കർഷകർക്ക് ഗുണമായേക്കും. അപൂർവ ധാതു ഇടനാഴിയിൽ കേരളത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അറേബ്യൻ നാടുകളിൽ എണ്ണ പോലെയാണ് സത്യത്തിൽ കേരളത്തിലുള്ള കരിമണൽ. കേരളത്തിൻ്റെ അപൂർവവും അമൂല്യവുമായിട്ടുള്ള ഈ ധാതു സമ്പത്ത് നാടിൻ്റെ സമ്പദ്ഘടനയുടെ പുനരുജ്ജീവനത്തിനായി വിനിയോഗിക്കാൻ കഴിയണം. കേരളത്തെ സമ്പൂർണ്ണമായി അവഗണിച്ച ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് LDF UDF എംപിമാർ കുറ്റപ്പെടുത്തുന്നു. സഭയ്ക്കകത്തും പുറത്തും അതിശക്തമായ പ്രതിഷേധം ഉയരുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി. ഡൽഹിയിൽ നിന്ന് ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.